നമ്മൾ മരിച്ചെന്നറിയുമ്പോൾ ഓടി വരാനും രാത്രി മുഴുവൻ കുത്തിയിരിക്കാനും നമ്മളെ ഒരുക്കി ശവപ്പെട്ടി കിടത്തുന്നതും അയൽവക്കംകാരാണെന്നുള്ള ഒരു ഓർമ്മ നമുക്കുണ്ടായിരിക്കണം. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലെ നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ ക്യാൻസർ വാർഡിലെ മിക്കവാറും ദിവസങ്ങൾ ആശുപത്രി മരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. സൺഡേ ശാലോം ഓൺലൈൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നവജീവനിൽ നിന്നും നിങ്ങളെല്ലാവരും ഒത്തിരി സഹായിച്ചു കൊണ്ടിരിക്കുന്ന നവജീവൻ തോമസ് ചേട്ടനാണ് സംസാരിക്കുന്നത്. നമ്മുടെ നവജീവൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പറയാൻ ദൈവം ഈ സമയത്ത് ആഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ് ചെയ്യുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ്, കുട്ടികളുടെ ആശുപത്രി, അടുത്തുള്ള സർക്കാർ ആശുപത്രികളൊക്കെ ആയിട്ട് നിങ്ങളെപ്പോലെയുള്ളവരുടെ ഒത്തിരി സഹായങ്ങൾ കൊണ്ട് ദിവസവും 5000-ലധികം ആളുകൾക്ക് നല്ല ചോറും കറിയും ചൂടുവെള്ളവും വെച്ച് വിളമ്പി കൊടുക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ദിവസത്തെ ഭക്ഷണ വിതരണത്തിന് തന്നെ 1,60,000 രൂപയും 70-ലധികം ശുശ്രൂഷകരുടെ കഠിനാധ്വാനവും കൊണ്ടാണ് 4 ഹോസ്പിറ്റലായി 7 പ്രാവശ്യം ഭക്ഷണം കൊടുത്ത് സഹായിക്കാൻ ദൈവം നമ്മളെ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ നമ്മുടെ നവജീവനിലെ 200-ലധികം മാനസിക രോഗികൾ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, കിടപ്പ് രോഗികളൊക്കെയുണ്ട്. അവരെയൊക്കെ നമ്മളെ ഒത്തിരി സ്നേഹത്തോടെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നു. അവർക്കും ഒത്തിരി ചിലവുകൾ നമ്മൾ വേണ്ടി വരും, കണ്ടെത്തണം. എല്ലാം ദൈവം നമുക്ക് തരും. ഒരു മാസത്തെ കറണ്ട് ചാർജ് തന്നെ 45,000 രൂപയോളം വേണം. അതെല്ലാം ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. 150ഓളം കോട്ടയം മെഡിക്കൽ കോളേജ് ചികിത്സയ്ക്ക് വന്ന് യാതൊരു സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വിഷമിച്ച് കിടക്കുന്നവരുടെ അവസ്ഥകൾ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം 150ഓളം പേർക്ക് 3,000 രൂപ വെച്ച് 4,50,000 രൂപ എല്ലാ മാസവും നമുക്ക് കൊടുക്കാൻ ദൈവം ഓരോരുത്തർക്കൂടെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മാസം നമ്മുടെ നവജീവന് ഏതാണ്ട് 60 ലക്ഷം രൂപയോളം വേണ്ടി വരും. നമുക്കൊത്തിരിയേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും ദൈവം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ നവജീവനെ സഹായിക്കുന്നവരെല്ലാം വലിയ ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് വന്നിരിക്കുന്നവരാണ്. ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെയും ഒത്തിരി ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, കിടപ്പ് രോഗികളൊക്കെയുണ്ട്. നമ്മുടെ നവജീവനിൽ നിന്നാണേലും എല്ലാ ദിവസവും ക്യാൻസർ വാർഡ് ഞാൻ പോകാറുണ്ട്. അവിടെ ഞാൻ മെഡിക്കൽ കോളേജ് വന്നിട്ട് 57 വർഷമായി. 30 വർഷക്കാലം ജോലി ചെയ്തു, പെൻഷനായി. പിന്നെ ഉമ്മൻചാണ്ടി സാറ് ജോലി തന്ന് പെൻഷനായി. ഇപ്പോഴും മെഡിക്കൽ കോളേജിലെ വോളണ്ടറി സ്റ്റാഫായിട്ട് തുടർന്നുകൊണ്ടേയിരിക്കുക. നവജീവൻ്റെ കാരുണ്യ പ്രവർത്തനം പോലെ ദൈവപരിപാലനം നടക്കുവാനായിട്ട് നിയോഗിക്കപ്പെട്ടവരും കൂടി ഒത്തിരി സഹായിക്കുന്നുണ്ട്. ആരംഭകാലത്തെ മോൺസിഞ്ഞോർ പീറ്റർ ഊരാളച്ചൻ കനാനായ സമൂഹത്തിലെ വികാരി ജനറലായിരുന്നു. അച്ചമ്മയായിട്ട് ഒത്തിരി കനാനായ സഹോദരങ്ങൾ അന്നും സഹായിക്കുന്നുണ്ട്, ഇന്നും സഹായിക്കുന്നുണ്ട്. ഒത്തിരിയേറെ അന്നുണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾക്കായിട്ട് മഞ്ഞാക്കലച്ചനിൽ കൂടെ ധ്യാനമൊക്കെ തുടങ്ങി, പ്രെയർ ഗ്രൂപ്പൊക്കെ തുടങ്ങി. ജീസസ് യൂത്ത് എന്നുള്ള പ്രെയർ ഗ്രൂപ്പായി. അവരെല്ലാം വിദേശത്തെ, അവരൊക്കെ കുറേ പേര് സഹായിക്കും. യാക്കോബ ഓർത്തഡോക്സ് മാർത്തോമ സഭകളിലെ ധാരാളം വൈദിക വിദ്യാർത്ഥികൾ പണ്ട് കാലത്ത് കപ്പുച്ചൻ സന്യാസ സമൂഹത്തിലുള്ളവരൊക്കെ വന്ന് ശുശ്രൂഷ ചെയ്തു പോയി. അവരൊക്കെ അച്ഛന്മാരായി, ധ്യാന ഗുരുക്കന്മാരായി, വചനപ്രഘോഷകരായി, അവരൊക്കെ ബിഷപ്പുമാരായി. അങ്ങനെ കുറേയേറെ പേരുടെ പ്രാർത്ഥനാ സഹായങ്ങളും നമ്മുടെ നവജീവന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആരംഭകാലത്ത് കൂടിയ പല ആളുകളും പ്രായമായി, രോഗമായി, മരണം വഴി ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി. എങ്കിലും ഇപ്പോഴും ആരംഭകാലത്തുണ്ടായിരുന്ന വെട്ടൂരെ VC ഇമ്മാനുവൽ സാറിന് ഈ 90 വയസ്സാകുന്നു. ഇപ്പോഴും നവജീവൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം സജീവമായിട്ട് സഹകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് കാനറ ബാങ്കിൽ ജോലി ഉണ്ടായിരുന്ന പോൾ മാത്യു. അവരെപ്പോലെയുള്ളവരൊക്കെ ആരംഭകാലത്ത് ഒത്തിരി സഹായിച്ചുകൊണ്ട് ഇപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന്. മെഡിക്കൽ സ്റ്റുഡൻ്റായിരുന്ന അമേരിക്കയിലെ ഡോക്ടർ മനോജ്, ഇപ്പം എറണാകുളത്തുള്ള ഡോക്ടർ സുമ ജിൽസൺ, ചങ്ങനാശ്ശേരി ഗവൺമെൻറ് ആശുപത്രിയിലുള്ള ഡോക്ടർ തോമസ് ജെ, ചെത്തിപ്പുഴ ഹോസ്പിറ്റലിലെ ഡോക്ടർ ജോർജ് മാത്യു, ഇങ്ങനെ പഴയ മെഡിക്കൽ വിദ്യാർത്ഥികളൊക്കെ ഇന്ന് ഡോക്ടർമാരായി, അവർ നേഴ്സുമാരായി, വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്നു. അവരൊക്കെ നവജീവന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ കഴിയാവുന്ന സഹകരണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലെ നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ ക്യാൻസർ വാർഡിലെ മിക്കവാറും ദിവസങ്ങൾ ആശുപത്രി മരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്.
മരിക്കാറായി വരുന്നവർക്ക് വേണ്ട എല്ലാ സഹായം ചെയ്തു കൊടുക്കണം. വില കൂടിയ മരുന്നുകൾ, പരിശോധനാ സഹായങ്ങൾ, ചികിത്സ ചെലവിന്, അവരുടെ കുടുംബ ചെലവിന് ഒക്കെ നമ്മൾ അരിയും പലവ്യഞ്ജനവും ആവശ്യത്തിനുള്ള പൈസയും കൊടുത്ത് സഹായിക്കേണ്ട ഒരു വലിയൊരു ആവശ്യമായി വന്നിരിക്കുകയാണ് ഞാൻ. അതുപോലെ തന്നെ ചികിത്സിച്ച് സാമ്പത്തിക സ്ഥിതി മുഴുവൻ നഷ്ടപ്പെട്ടു പോയ 150-ലധികം കിഡ്നി ക്യാൻസറുകളുടെ കുടുംബങ്ങളെ നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴേ വലിയൊരാഗ്രഹം ഉണ്ട്, എല്ലാവരും ഈ കാര്യത്തിൽ സജീവമായിട്ട് സഹകരിക്കേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടിൽ, നമ്മുടെ ഇടവകയിൽ വളരെ നല്ല നിലയിൽ കഴിയുന്നവരെയൊക്കെ നമുക്കറിയാം. അവരുമായിട്ടുള്ള സൗഹൃദം നമുക്കിഷ്ടമാണ്. പക്ഷേ നമ്മുടെ ഇടവകയിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ, അയൽവക്കങ്ങളിൽ എത്ര പേര് ക്യാൻസറുകളുണ്ട്, എത്ര കിഡ്നി രോഗികളുണ്ട്, എത്ര വിധവകളുണ്ട്, ജീവിക്കാൻ നിവൃത്തിയില്ല, ആഹാരത്തിന് മാർഗമില്ല, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ മാർഗമില്ലാതെ, ഒരു നേരത്തെ ആഹാരത്തിനും മരുന്നിനും യാതൊരു മാർഗവുമില്ലാതെ ദൈവസന്നിധിയിൽ കരഞ്ഞ് ജീവിക്കുന്ന കുറേ മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. ഈ അടുത്ത കാലത്തൊക്കെ കാണാനിടയായി. ദൈവം ഒത്തിരി അനുഗ്രഹം കൊടുത്ത് പലർക്കും വലിയ സമ്പത്ത് കൊടുത്തിട്ടുണ്ട്. ആ സമ്പത്തുള്ള ചില ആളുകളൊക്കെയും അയൽവക്കത്ത് ഇതുപോലെ ദയനീയാവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യരെ ഒന്ന് കാണാനോ ഒന്ന് കേൾക്കാനോ അവർക്ക് എന്തെങ്കിലും ഒരു കൊച്ചു സഹായം പോലും ചെയ്യാൻ പറ്റാത്തവരെ ഓർത്തൊരു സഹതാപം വരികയാണ്. അവർക്കൊരു ദൈവവചന മാനസാന്തര അനുഭവം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. നമ്മുടെ അയൽവക്കത്ത് വിഷമിച്ച് കിടക്കുന്ന, ഒത്തിരി കരഞ്ഞ് വിഷമിച്ച് കിടക്കുന്നവരെ, അവരും ഒരു സ്വർഗീയ സൗഭാഗ്യത്തിന് അവരവകാശികളാണ്. നമ്മുടെ അനുഗ്രഹത്തിൻ്റെ, നമുക്ക് ഈ ദൈവം തന്ന അനുഗ്രഹത്തിൻ്റെ ഒരു പങ്ക് അവർക്കും കൂടി ഉള്ളതാണ്. അവരുടെ മാനസാന്തരത്തിന് വേണ്ടി, അവർ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി, സന്തോഷകരമായ രീതിയിൽ ആ രോഗാവസ്ഥയിൽ കഴിയുന്ന ആ കുടുംബനാഥ അവർ മക്കളെ നോക്കിക്കൊണ്ടൊന്ന് സമാധാനപ്പെടാൻ വേണ്ടി ഇന്ന് അത്താഴത്തിനില്ല, അപ്പം 10 കിലോ അരി കൊണ്ടെത്തന്നു, ഞായറാഴ്ചയായി ഇച്ചിരി ഇറച്ചിക്കറി കൂട്ടണമെന്നുണ്ടായിരുന്നു, പക്ഷേ എന്ത് ചെയ്യാനാ മക്കളെ, പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന അമ്മമാരുടെ ദുഃഖങ്ങൾ ഒത്തിരി തരത്തിൽ ദുഃഖങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അരിയും മേടിക്കുമ്പോൾ ഏറ്റവും നല്ല അരി മേടിക്കും, ഇറച്ചി മേടിക്കുമ്പോൾ ഏറ്റവും നല്ല ഇറച്ചി മേടിക്കും, മീൻ മേടിക്കുമ്പോൾ ഏറ്റവും നല്ല മീൻ മേടിക്കും, പച്ചക്കറി മേടിക്കുമ്പോൾ ഏറ്റവും നല്ല പച്ചക്കറി മേടിക്കും. ഇത് നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. പക്ഷേ ഒരു കുടുംബത്തിനും കൂടെ ആ ഒരു പങ്ക് നമ്മൾ വാങ്ങിച്ച് കൊടുക്കുന്നെങ്കിൽ ആ കുടുംബം സ്വർഗരാജ്യം പോലെ ആയിത്തീരുകയും ചെയ്യും. ഇതെല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. എൻ്റെ നാട്ടിൽ തന്നെയുണ്ട് പെട്ടെന്ന് പൈസ ഉണ്ടായ പല ആളുകളും. അവർ അയൽവക്കത്ത് കിടക്കുന്ന പാവപ്പെട്ടവനെ കണ്ട മിണ്ടത്തില്ല. മരിച്ചെന്നറിയുമ്പോൾ ഒരു ശകല നേരം പോയിച്ചിട്ട് പോവുക ചെയ്യുന്നത്. നാളെ പോലെ ഒരു നാളിൽ ഞാൻ മെഡിക്കൽ കോളേജ് വന്നിട്ട് 57 വർഷം കഴിയാൻ പോവുകയാണ്. ഒരു 40-50 വർഷം മുമ്പുണ്ടായിരുന്ന സമ്പന്നരായ ആളുകളെല്ലാം ഇന്നൊരു സമ്പത്തും ഇല്ലാതെ അവരുടെ മക്കളും ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്നത്തെ കാലത്ത് അവരുടെ പറമ്പിലും വീട്ടിലും ജോലി ചെയ്തവരുടെ മക്കളുടെ വീട്ടിൽ 40-50 വർഷം മുമ്പുള്ള ആ സമ്പന്നരുടെ വീട്ടിൽ ജോലി ചെയ്തവരുടെ മക്കളുടെ വീട്ടിൽ ആ സമ്പന്നരുടെ മക്കൾ അതേ ജോലി ഇപ്പുറത്ത് വന്ന് ചെയ്യുന്നത് നമ്മൾ കാണുവാനിടയായി. ആ പാവപ്പെട്ട വീട്ടിലെ ആ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ച് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും അതുപോലെ തന്നെ ഡോക്ടർമാരും നേഴ്സുമാരും എൻജിനീയേഴ്സും ഒക്കെ ആയി മാറാൻ ദൈവം ആ പാവങ്ങളെയൊക്കെ കനിഞ്ഞ് അനുഗ്രഹിക്കുക ചെയ്തത്. എന്നാൽ വിഷമിച്ച കാലത്ത് നമ്മൾ അവരെ ഒന്ന് കാണാനോ, നമുക്ക് ദൈവം തന്ന അനുഗ്രഹത്തിൻ്റെ ഒരു ചെറിയ പങ്ക് അവർക്ക് കൊടുക്കാനോ സാധിച്ചിരുന്നെങ്കിൽ നമുക്കതോർത്ത് സംതൃപ്തിയോടുകൂടി അവരെ കാണാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മക്കളെ, നമ്മുടെ അയൽവക്കത്ത് കഞ്ഞി വെക്കാൻ മാർഗ്ഗമില്ലാതെ ഒരു ക്യാൻസർ രോഗിയോ കിഡ്നി രോഗിയോ കിടപ്പ് രോഗിയോ ഉണ്ടോ? ഒരു ഞായറാഴ്ച ദിവസം ഇച്ചിരി ഇറച്ചിക്കറി കൂട്ടാൻ നിവൃത്തിയില്ലാത്തവരുണ്ടോ? ഇച്ചിരി നല്ല മീൻ മേടിക്കാൻ നിവൃത്തിയില്ലാത്തവരുണ്ടോ? എൻ്റെ മകളെ വിവാഹം കഴിച്ചയക്കാൻ ഒരു നിവൃത്തിയില്ലാത്തവരുണ്ട്. ഞങ്ങളാകപ്പാട് വലിയ ദുരിതപൂർണമായിട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ദൈവം നമുക്ക് തന്ന സമ്പത്തിൻ്റെ അവകാശം കൂടെയാണ് അവരൊക്കെയും. അവരുടെ വീട്ടിലേക്ക് നമ്മൾ നല്ല കറി വെക്കുമ്പോൾ ഇച്ചിരി കറി കൊണ്ടു കൊടുക്കാം, ഒരു നേരത്തെ ഭക്ഷണം നമുക്ക് അവർക്ക് കൊണ്ടു കൊടുക്കാം. നമ്മുടെ വീട്ടിൽ മിക്കവാറും ദിവസങ്ങളിൽ ഗസ്റ്റുകൾ വരുന്നു, പല വിധത്തിലുള്ള ആഘോഷങ്ങൾ നടക്കുന്നു, വിഭവസമൃദ്ധമായ ഭക്ഷണമുണ്ട്. ഇതെല്ലാം ദൈവം നമുക്ക് തരുന്നതാണ്. പക്ഷേ നമ്മുടെ അയൽവക്കംകാരൻ വേണം നമ്മൾ മരിച്ചെന്നറിയുമ്പോൾ ഓടി വരാനും രാത്രി മുഴുവൻ കുത്തിയിരിക്കാനും
നമ്മളെ ഒരുക്കി ശവപ്പെട്ടി കിടത്തുന്നതും അയൽവക്കംകാരാണെന്നുള്ള ഒരു ഓർമ്മ നമുക്കുണ്ടായിരിക്കണം. ഏറ്റവും പാവപ്പെട്ടവനായിരിക്കും രാത്രി മുഴുവൻ ഉറക്കളിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ശരീരം എന്നെങ്കിലും ശവശരീരമായി മാറും. എത്ര നല്ല വീടോ ചെറിയ വീടോ ആയിക്കോട്ടെ, ആ വീടിൻ്റെ നടുമുറിയിൽ ഈ ശരീരം ശവശരീരമായിട്ട് വെക്കുന്ന ഒരു ദിവസമുണ്ട്. നമ്മുടെ മുറ്റത്ത് നമ്മുടെ ഈ ശരീരം ശവശരീരമായിട്ട് ശവപ്പെട്ടി വെക്കുന്ന ഒരു ദിവസമുണ്ട്. യാതൊരു വ്യത്യാസവുമില്ല. നമ്മളെ സിമിത്തേരിയിലേക്ക് കൊണ്ടുപോകും. അവസാനം പെട്ടി അടയ്ക്കട്ടെ എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്കുണ്ടാകും. അവസാനം നമ്മൾ നമ്മുടേതായ ആ ശവക്കുഴിയിലേക്ക് നമ്മളെ ഇറക്കി വെക്കുമ്പോഴേ ആ കുന്തിരിക്ക ഇടുന്ന സമയത്ത് എങ്കിലും നമ്മളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ ഒരു കുടുംബമെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. ഇന്ന് പലരും സിമിത്തേരി എന്നുകൊണ്ട് കുന്തിരിക്കാൻ വലിച്ചെറിഞ്ഞിട്ട് ബിസ്ക്കറ്റും ചായയും കുടിക്കാൻ ഓടിപ്പോകുന്ന കാണുക വെച്ച്. മരിച്ചുപോയ മനുഷ്യന് വേണ്ടി ആ സിമിത്തേരിയിലെ ആ കുഴിമാടത്തിൻ്റെ അടുത്ത് നിന്ന് ഒരു സെക്കൻഡ് പ്രാർത്ഥിക്കാൻ മനുഷ്യൻ മനസ്സ് കാണിക്കുന്നില്ല ഇന്ന്.